ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുവാണ്. എന്തുകൊണ്ട് ഇത്ര നാൾ വീഡിയോ ഇട്ടില്ലെന്നൊന്നും ഇനി ഞാൻ പറയുന്നില്ല. നമുക്ക് ഇവിടെ വെച്ച് അങ്ങോട്ട് തുടങ്ങാം. ഇത് കുറച്ച് നാൾ മുമ്പത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കുറച്ചധികം മേക്കപ്പ് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ പ്യൂബർട്ടി ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒരുങ്ങാനായിട്ട് എനിക്ക് കുറച്ചധികം മേക്കപ്പ് ഐറ്റംസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പൊതുവെ ഒരുപാട് മേക്കപ്പ് ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചേച്ചിനെ വിളിച്ച് ചോദിച്ച് എന്തൊക്കെ വാങ്ങിക്കേണ്ടെന്നൊക്കെ ചോദിച്ച് ടെസ്റ്റ് ചെയ്യാനും വാങ്ങിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തൊക്കെ വാങ്ങിക്കണം എന്ന് ആശ ചോദിക്കുമ്പോൾ ആശയ്ക്ക് ലിസ്റ്റിട്ട് പറഞ്ഞു കൊടുക്കുവാണ് ഞാൻ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കുറച്ചധികം മേക്കപ്പ് കാണാൻ പറ്റും. കാരണം നാട്ടിലിരുന്ന് എൻ്റെ ചേച്ചി എന്നെ കൊണ്ട് ഓരോന്ന് മേക്കപ്പ് ചെയ്യിച്ച് ട്രൈ ചെയ്യിക്കുമായിരുന്നു. പക്ഷെ അതൊരു അബദ്ധമായി പോയി. ഇവിടെ വന്നെല്ലാം ടെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നല്ലോ. ഇപ്പോൾ ജർമ്മനിയിൽ ഫേമസ് ആയ DM എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് നമ്മൾ ഷോപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആശ എനിക്ക് കൺസീലർ കണ്ടുപിടിക്കുകയാണ്. മേബിലൈൻ്റെ ഫിറ്റ് മീ 30 നമ്പറുള്ള കൺസീലർ വാങ്ങിച്ചു. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരൊറ്റ സിംഗിൾ കളർ ഐ ഷാഡോ കിട്ടും. അടുത്തായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഐബ്രോ പെൻസിലായിരുന്നു. ഇത് ശരിക്കും കോമഡി ആയിരുന്നു. ഇത് വരച്ച് ട്രൈ ചെയ്ത് ഞാൻ അവസാനം ദിഗംബരനായിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഫേസ് ഒന്നും കാര്യമൊക്കെയില്ല. കാരണം ഇനി എനിക്കിത് മേടിക്കാനുള്ള സമയം ഉണ്ടായില്ല. എല്ലാം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ബാസ്ക്കറ്റ് കൊടുത്ത ആഴ്ച അതിനകത്തേക്ക് സാധനങ്ങളൊക്കെ ഇട്ടു. മേടിച്ച് കൂട്ടുമ്പോൾ നമുക്ക് ഇതിനൊക്കെ എത്ര റേറ്റ് ആവുന്ന വലിയ ഐഡിയ ഉണ്ടാവില്ല. ബില്ലിംഗ് സെക്ഷനിൽ വരുമ്പോൾ ഇനി പേടിച്ച് ചാവാനുള്ളതാണ്. ചേച്ചി എന്നോട് ബനാന പൗഡർ, ലൂസ് പൗഡർ അങ്ങനെ പല സാധനം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അന്വേഷിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായില്ല. അവസാനം ലാസ്റ്റ് ഒന്നുകൂടെ കറങ്ങിയിട്ട് തന്നെ അവിടെ വന്നപ്പോഴേക്കും നമ്മൾ എന്താണോ അന്വേഷിച്ചത് അതേ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും ഒന്ന് പൊക്കി. ഈ സമയം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പിരികു ഇരിക്കുന്ന ഇരിപ്പ്. ഞാൻ ദിഗംബരനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് ഈ സമയത്തോടു കൂടി. പിന്നെ മേക്കപ്പ് ബ്ലെൻഡ് ഒരു ബ്രഷ് മേടിച്ചു, നെയിൽസ് മേടിച്ചു, ഉപയോഗിക്കില്ലെന്നറിയാമെങ്കിലും മേടിച്ചു. പിന്നെ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചു. അവസാനം ബില്ലടിക്കാൻ വന്നപ്പോൾ എൻ്റെ ബോധം പോയി എന്നുള്ളതാണ്. 72 യൂറോ, 7000 രൂപ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് മേടിച്ചല്ലേ പറ്റുള്ളൂ. അഷിയുടെ ആ ഒരു വിഷമം കണ്ടില്ല. അവൾക്ക് നല്ലൊരു ബില്ലായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കൊണ്ട് നിർത്തിയില്ല. ഞങ്ങൾ ഇനി അടുത്തത് പോയിട്ടൊരു സ്ട്രെയിറ്റ്നർ മേടിക്കണം. ഇതും നമുക്ക് അത്യാവശ്യമായിരുന്നു. നമ്മുടെ അടുത്ത് ഉണ്ടായില്ലുള്ളത് ചീത്തായി പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ ഷെയർ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മേക്കപ്പൊക്കെ സിംഗിളായിട്ട് മേടിക്കണമല്ലോ. അതൊരു 1.5 മേടിക്കലായിപ്പോയി. അങ്ങനെ കൂട്ടത്തിൽ ഏറ്റവും വില കുറഞ്ഞൊരു സ്ട്രെയിറ്റ്നർ തന്നെ നോക്കി ഞങ്ങൾ വാങ്ങിച്ചു. കൂട്ടത്തിൽ ഇച്ചിരി ലുക്കും ഇവനായിരുന്നു. അത് ഞങ്ങൾ അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ടേ. 22 യൂറോ അങ്ങനെ എന്തോ ഉണ്ടായുള്ളൂ. അതും എടുത്തു. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോയി. ഇനി എപ്പോഴെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോണ വഴി അറിയില്ല. അങ്ങനെ അതും എടുത്തു. ചെറി ബ്ലോസം കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വഴി കണ്ടൊരു ചെറി ബ്ലോസത്തിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ഷോപ്പിംഗും കൂടെ ഉണ്ടായിരുന്നു. അത് വീട്ടിലേക്കുള്ള ഗ്രോസറി മേടിക്കാനായിരുന്നു കേട്ടോ. അതും കൂടെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഇനി പയ്യെ ഫങ്ഷൻസിൻ്റെ വീഡിയോ ഇടാം. ബൈ.